നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണൻ ജനിച്ച യാദവകുലം എങ്ങനെയാണ് നശിച്ചതെന്ന് നമുക്കറിയാം. അതിൻ്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. സമാനമാണ് ലാലുവിൻ്റെ കുടുംബവും. അടിച്ച് തെറ്റി പിരിഞ്ഞ് ഛിന്ന ഭിന്നമായ അവസ്ഥയിലാണ് ഇന്ന് ലാലുവിൻ്റെ കുടുംബം. പെൺമക്കളെല്ലാവരും തേജസ്വി യാദവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. നേരത്തെ തന്നെ മറ്റൊരു മകൻ തേജ് പ്രതാപ് യാദവ് പുറത്തായി. ലാലു തന്നെ മകനെ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും 6 വർഷത്തേക്ക് പുറത്താക്കി. തേജ് പ്രതാപ് യാദവ് പുതിയൊരു പാർട്ടി ജനശക്തി ജനതാദൾ എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിച്ചില്ല. പക്ഷേ പല മണ്ഡലങ്ങളിലും RJDക്ക് വെല്ലുവിളി ഉയർത്താൻ ആ മകന് കഴിഞ്ഞു. തേജസ്വി യാദവിനെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഉപദേശിക്കുന്നതും ഒക്കെ സഞ്ജയ് യാദവ് എന്ന് പറയുന്ന മറ്റൊരാളും റമീസ് എന്ന് പറയുന്ന സുഹൃത്തുമാണ് എന്ന് ലാലുവിൻ്റെ പെൺമക്കൾ ആരോപിക്കുന്നു. പ്രത്യേകിച്ചും രോഹിണി ആചാര്യ. ഈ രോഹിണി മാത്രമല്ല, മറ്റ് 3 പെൺമക്കൾ കൂടി തേജസ്വി യാദവിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരും ഇപ്പോൾ ലാലുവിൻ്റെ പാറ്റ്നയിലെ വീട് വിട്ടിരിക്കുകയാണ്. ലാലുവിൻ്റെ വസതി ഉപേക്ഷിച്ചു. അത് രാജലക്ഷ്മി, രാഗിണി, ചന്ദ. ലാലുവിനാകെ 9 മക്കളാണുള്ളത്. അതിൽ 2 ആൺമക്കളും ബാക്കി 7 പെൺമക്കളുമാണുള്ളത്. നമുക്ക് ലാലുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടറിയാം. ലാലു മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത്, ലാലുവും ഭാര്യ റാബ്രി ദേവിയും ബീഹാർ ഭരിക്കുന്ന കാലത്ത് ഈ പെൺമക്കളുടെ കല്യാണം നിശ്ചയിച്ചു എന്നറിഞ്ഞാൽ പാറ്റ്നയിലെ പ്രധാനപ്പെട്ട കാർ ഷോറൂമുകളെല്ലാം അടയ്ക്കും, ജുവലറി ഷോപ്പുകളെല്ലാം അടയ്ക്കും, തുണിക്കടകളെല്ലാം അടയ്ക്കും. ഇത് വസ്തുതയാണ്, ചരിത്രമാണ്. ബീഹാറിൽ പാറ്റ്നയിൽ താമസിച്ചിരുന്ന ആൾക്കാർക്ക് അറിയാം. മലയാളികളോട് ചോദിച്ചാൽ പോലും ഇക്കാര്യം അറിയാൻ പറ്റും. ആ കാലത്ത് അവർ കച്ചവടം പൂട്ടി സ്ഥലം വിടും. കാരണം ഒന്നൊഴിയാതെ ഈ പെൺമക്കൾക്ക് കല്യാണം നിശ്ചയിച്ചാൽ പെൺമക്കളും ബന്ധുക്കളും കൂടി വന്ന് കടയിലെ സാധനങ്ങൾ, അത് സ്വർണമാകട്ടെ, തുണിയാകട്ടെ, വിലപിടിപ്പുള്ള പട്ടുസാരികൾ തുടങ്ങി തുണികളാകട്ടെ, വാഹനങ്ങളാകട്ടെ, ഇത് വന്ന് വാരിക്കൊണ്ടു പോകുന്നത് പോലെയാണ്. ഇതായിരുന്നു ബീഹാറിൽ 2005 മുമ്പ് നടന്നിരുന്നത്. അങ്ങനെയുള്ള ലാലുവിൻ്റെ കുടുംബമാണ് ഇന്ന് തമ്മിലടിച്ച് നാമാവിശേഷമായി തീർന്നിരിക്കുന്നത്. പഴയ യാദവകുലത്തിന് സംഭവിച്ച അതേ ദുരന്തം അത് ആവർത്തിക്കുന്നു. ലല്ലു പ്രസാദ് യാദവിലൂടെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ ആ പഴയ യാദവ പോര്, യാദവ തമ്മിലടി, യാദവകുലത്തിൻ്റെ നാശം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ബീഹാറിൽ വളരെ കൃത്യമായിട്ട് ഇക്കുറി സാധാരണ അവിടെ ലാലുവിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് മുസ്ലിം, യാദവ, ദളിത് വോട്ടാണ്. ഇക്കുറി ആ വോട്ട് സമ്പൂർണമായിട്ടല്ലെങ്കിലും ഏതാണ്ട് ഒരു ബഹുഭൂരിപക്ഷവും ലാലുവിൻ്റെ പെട്ടിയിൽ വീണില്ല, അല്ലെങ്കിൽ RJDയെ തുണച്ചില്ല, അത് NDAയെ തുണച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വികസന രാഷ്ട്രീയത്തിന് ഒരു കയ്യൊപ്പിടുകയായിരുന്നു ബീഹാർ ജനത. സത്യത്തിൽ അവിടെ ഒരു വലിയ ഹൈന്ദവ മുന്നേറ്റം നടന്നു എന്ന് വിലയിരുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. അങ്ങനൊരു കാര്യം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മുസ്ലിം വോട്ടും വലിയ രീതിയിൽ NDAയ്ക്ക്, JDUവിനും BJPക്കും, BJP ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുക കൂടി ചെയ്തില്ല, എന്നിട്ടും BJPക്ക് വോട്ട് കിട്ടിയെങ്കിൽ ജനം ലാലുവിനെയും കുടുംബത്തെയും എന്തുമാത്രം വെറുക്കുന്നു, ഒപ്പം ഈ കോൺഗ്രസിനെ എത്രമാത്രം അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സംഭവിച്ചതെല്ലാം വളരെ കൃത്യമാണ്. വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. എന്തുകൊണ്ട് ഈ മഹാസഖ്യത്തിന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു? 200-ലധികം സീറ്റുകൾ എന്തുകൊണ്ട് NDAയ്ക്ക് കിട്ടി? വളരെ കൃത്യമാണ്. അവിടെ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് ലാലുവും കൂട്ടരും കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അതിൻ്റെ സമുന്നത മുദ്രാവാക്യമായിട്ട് ഉയർത്തിക്കാണിക്കുന്ന ആ ന്യൂനപക്ഷ പ്രീണനത്തിൽ മനം മടുത്ത ജനങ്ങൾ, അത് ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങൾ പോലും
കാരണം അവരിപ്പോഴാണ് യഥാർത്ഥ വികസനം എന്താണെന്ന് കാണുന്നത്, അറിയുന്നത്, അനുഭവിക്കുന്നത് കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട്. 2005 മുമ്പ് അവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പെൺകുട്ടികൾ വൈകിട്ട് 6 മണിക്ക് ശേഷം പുറത്തിറങ്ങില്ല. ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ പോലും ഒരു കാലത്ത് നമുക്കറിയാം മഗധ സാമ്രാജ്യം എത്ര വലുതായിരുന്നു, അതിൻ്റെ രാജധാനി പാടലീപുത്രം എത്ര വിശേഷപ്പെട്ട ഒരു നഗരമായിരുന്നു എന്ന് നമുക്കറിയാം. നളന്ദ, തക്ഷശില തുടങ്ങിയ ലോകോത്തര സർവകലാശാലകൾ നിലനിന്നിരുന്നത് ഭാരതത്തിലെ ഏത് സംസ്ഥാനത്താണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. അങ്ങനെയുള്ള നാട്ടിലാണ് സ്ത്രീ സുരക്ഷ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒരു കാലം, ഒരു ഭരണകാലം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ്. എന്നാൽ അത് സത്യമാണ്. അതിനൊക്കെ അറുതി വരുത്തി യഥാർത്ഥ വികസനം, യഥാർത്ഥ സ്ത്രീ സുരക്ഷ ഇതൊക്കെ ബീഹാറിൽ കൊണ്ടുവന്നത് NDA ഭരണമാണ്, നിതീഷിൻ്റെ ഭരണമാണ്. അതിന് ജനങ്ങൾ ഫുൾ മാർക്ക് കൊടുത്തു. കരഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രീയം, നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, നമുക്ക് രാഷ്ട്രീയം പറയാം. പക്ഷെ വസ്തുതകളെ വസ്തുതകളായിട്ട് തന്നെ കാണണം. ബീഹാറിൽ അതുപോലെ തന്നെ ഈ പറയുന്ന ജാതി തിരിച്ചുള്ള, ജാതി പറഞ്ഞ് ഭിന്നിപ്പിച്ച് വോട്ട് നേടുന്ന തന്ത്രം ഇനി ബീഹാറിൽ വിജയിക്കില്ല. വളരെ കൃത്യമായിട്ടൊരു ഹൈന്ദവ ഐക്യം, ഹിന്ദു ഐക്യം ബീഹാറിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് പാലിച്ചതുകൊണ്ടാണ് BJPക്ക് 89 സീറ്റുകളും JDUവിന് 85 സീറ്റുകളും വിജയിക്കാൻ പറ്റിയത്. ചിരാഗ് പാസ്വാൻ 19 സീറ്റിലേക്ക് ഉയർന്നതും അതുകൊണ്ടാണ്. ചിരാഗ് പാസ്വാൻ ബീഹാറിൻ്റെ ഭാവി വാഗ്ദാനമാണ്, ഒരു സംശയവുമില്ല. അദ്ദേഹത്തെ മോദിയും നിതീഷും ചേർന്ന് വളർത്തുകയാണ്. ബീഹാറിൽ ഒരു മഹാനായ നേതാവിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് ഈ പറഞ്ഞ തേജസ്വി യാദവും നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒക്കെ എന്താണ് ചെയ്തത്? വ്യക്തിപരമായി നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുകയും BJPയെ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയും ഇല്ലാത്ത വോട്ട് ജോലി പറഞ്ഞ് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ജനത്തിന് വിവരം വെച്ചു, പഴയ കാലമല്ല, നിങ്ങളുടെ പഴയ ആ ഉഡായിപ്പ് പരിപാടികളൊന്നും ഇനി വിജയിക്കില്ല. അത് ബീഹാർ വളരെ വ്യക്തമാക്കി. എന്തായാലും ലാലുവിൻ്റെ കുടുംബം ഛിന്ന ഭിന്നമായി എന്നതാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കേൾക്കാൻ സുഖമുള്ള ഒരു വാർത്തയല്ല. ആരുടെയും കുടുംബത്തിന് അങ്ങനെ സംഭവിക്കരുത് എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവരൊക്കെ ചിന്തിക്കട്ടെ, ആരാണോ ഇതിന് ഇരയായിരിക്കുന്നത് അവർ ചിന്തിക്കട്ടെ. എന്തായാലും ബീഹാറിലെ ലാലു യുഗം അവസാനിച്ചിരിക്കുന്നു. ജംഗിൾ രാജ് എന്നേക്കുമായിട്ട് ബീഹാറിൽ നിന്ന് കെട്ടുകെട്ടിയിരിക്കുന്നു. ഇനി അതിന് തിരിച്ചു വരാൻ സാധ്യമല്ല. അവിടെ അതിശക്തമായ NDA സർക്കാർ മുന്നോട്ട് പോകും. നിതീഷ് തന്നെ ബീഹാർ ഭരിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും വ്യക്തമാക്കിയിരിക്കുന്നു. ചിരാഗ് പാസ്വാന് മന്ത്രിസഭയിൽ ഉന്നതമായ പദവി കിട്ടുമെന്നും ഉറപ്പാണ്. എന്തായാലും ബീഹാറിലെ മാറി മാറി വരുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമുക്ക് നോക്കിക്കാണാം. കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നാലെ വരാം.